ഇപ്പോ ഇന്ദു ഗോപനും ജസ്റ്റിൻ മാത്യു ആണ് ഇതിന്റെ കഥ എഴുതിയിട്ടുള്ളത്. അവർക്ക് ഭയങ്കര ഈസി ആയിരിക്കണം, കാരണം റിയൽ ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം എടുത്തു കൊടുന്ന് വെച്ച് കഥയാക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു ബോംബ് സാധനമൊന്നും കൊണ്ടുവന്ന് എഴുതാനൊന്നും ഇല്ല. പ്ലെയിൻ ആയിട്ട് ഈ സംഗതി കൊടുക്കുക, ആ സംഗതി നല്ല രീതിയിൽ ഒരു ഡയറക്ടർ ഡയറക്ട് ചെയ്ത് കൊണ്ടുവന്ന് ബാക്കിയുള്ള ഒരു നല്ല കാസ്റ്റ് വെക്കുക. അങ്ങനല്ലേ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. പുതിയൊരു രൂപം കണ്ട് ആരും ഞെട്ടണ്ട, ആള് മാറിയിട്ടൊന്നുമില്ല, യൂഷ്വൽ സൈക്കോ തന്നെ. ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് നട്ടവെയില് ഉച്ചയ്ക്ക് അടിച്ചോണ്ടാണോ എന്ന് അറിയത്തില്ല, പെട്ടെന്നൊരു ഉൾവിളി, അങ്ങ് മുടി വെട്ടിയേക്കാം, നല്ല ചൂടൊക്കെ ആണല്ലോ, ഒന്ന് വെട്ടിയേക്കാൻ തോന്നി. നേരെ ഒന്നും നോക്കിയില്ല, ബാർബർ ഷോപ്പിൽ കയറി മുടി അങ്ങ് മുറിച്ച് കളഞ്ഞു. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇരുന്നപ്പോഴാണ് ആലോചിക്കുന്നത്, ദൈവമേ, ഏകദേശം ഒരു കൊല്ലത്തോളം കഷ്ടപ്പെട്ട് വളർത്തിയതാണല്ലോ, എല്ലാം പോയല്ലോ എന്ന്. പിന്നെയും വിചാരിച്ചു മുടിയല്ലേ പോട്ടെ, കിളുക്കുമല്ലോ, അത്രേ ഉള്ളൂ, മുടി വെട്ടിയതിന്റെ കഥ അത്രേ ഉള്ളൂ. ഇനി പ്രത്യേകിച്ച് ആരും ചോദിച്ചു വരാതിരിക്കാൻ വേണ്ടി തുടക്കത്തിലേ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഇനി ലെറ്റ്സ് കം ടു ദ ടോപ്പിക്. ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ വേറെ ആരുടെ അല്ല, നമ്മുടെ പ്രിയപ്പെട്ട സീക്രട്ട് ഏജന്റിന്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. ഒരു എന്താ പൊന്മാൻ എന്ന് പറയുന്ന ബേസിൽ സിനിമയെ പുള്ളി റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ആ വീഡിയോ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഫസ്റ്റ് ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കാൻ പറഞ്ഞു. ഞാൻ കമന്റ് ബോക്സ് നോക്കിയപ്പോഴത്തേക്ക് നല്ല ഒന്നാന്തരം നെഗറ്റീവ് കമന്റ്സ് ആണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഇത്രയും നെഗറ്റീവ് കമന്റ്സ് എന്ന് ആലോചിച്ചിട്ട് നേരെ പോയി വീഡിയോ ഒന്ന് കണ്ടു നോക്കി. അപ്പൊ ആ വീഡിയോ ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഏകദേശം 10 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തെ ഒരു പോർഷൻ, ഒരൊറ്റ പോർഷൻ, ആ ഒരു പോർഷൻ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ലൈക്ക് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണം, ഇങ്ങനെ ഒരു വീഡിയോ, ലൈക്ക് ദാറ്റ് പോർഷൻ മെയ്ഡ് മീ ടു ഡു ദിസ് വീഡിയോ, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, അല്ലാതെ വേറെ ഒന്നുമല്ല. കാരണം ആ ഒരു പോർഷനിൽ പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അത് പുള്ളിയുടെ ഒരു അറിവില്ലായ്മ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നി. എനിക്ക് വേണമെങ്കിൽ പേഴ്സണലി പുള്ളിയെ വിളിച്ച് ഈ ഒരു കാര്യം പറയാം, പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടന്റ് ഇല്ലല്ലോ, അതും കൂടെ ഉണ്ടേ. ഞാൻ അത്ര വലിയ മാന്യനൊന്നും അല്ല, എനിക്കും ജീവിക്കണ്ടേ, അരി മേടിക്കണ്ടേ, അതുകൊണ്ട് ഞാനതൊരു കണ്ടന്റ് ആക്കി ഇട്ടു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ആരും ചിന്തിച്ചൊന്നും കാട് കയറണ്ട. പിന്നെ പുള്ളിക്ക് പുള്ളിയതായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. പുള്ളി കാശ് കൊടുത്ത് പുള്ളി ഒരു പടം കണ്ടു, പുള്ളിയുടെ ഇഷ്ടത്തിനുള്ള അഭിപ്രായം പുള്ളിക്ക് പറയാം. അതിനകത്ത് നമുക്ക് ആർക്കും പുള്ളിയോട് മറ്റോ നീ അങ്ങനെ പറയരുതാ എന്ന് പറയാൻ പറ്റില്ല, പുള്ളിയുടെ ഇഷ്ടം. അതുപോലെ തന്നെ ഒരു സീക്രട്ട് ഏജന്റ് സായിയുടെ വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാം, പ്രത്യേകിച്ച് ഈ മൂവി റിവ്യൂസ്. സായി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഹ്യൂമൻ ബോഡി അങ്ങോട്ട് എടുത്ത് വെച്ച് അങ്ങോട്ട് കീറി പൊളിച്ചിട്ട് കിഡ്നി അങ്ങോട്ട് ആദ്യമേ എടുക്കും, കിഡ്നിയുടെ കുഴപ്പങ്ങളൊക്കെ പറയും, ഇതൊക്കെയാണ് പ്രശ്നം, എന്നാലും കുഴപ്പമില്ല അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചങ്ങോട്ട് വെക്കും. ലിവർ അങ്ങോട്ട് എടുക്കും, എന്നിട്ട് ലിവറിന്റെ പ്രശ്നം കള്ളുടിച്ച് മൊത്തത്തിൽ പോയി ചീത്ത കിഡ്നി അല്ല ചീത്ത ലിവർ എന്നൊക്കെ പറഞ്ഞൊരു തട്ടൊക്കെ കൊടുത്തിട്ട് പിന്നെയും ലിവർ അവിടെ വെക്കും, ഇരുന്നോട്ടെ അവിടെ. ഈ ഒരു ഫോമാറ്റിലുള്ള ഒരു സാധനമാണ് സായി ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു പടത്തിന്റെ റിവ്യൂ ഞാൻ കണ്ടപ്പോഴാണെങ്കിലും സായി അങ്ങനെ ഈ പടം നിങ്ങൾ ആരും പോയി കാണണ്ടെന്നോ ഒന്നും പുള്ളി അതിനകത്ത് പറഞ്ഞിട്ടില്ല. പുള്ളി ഓരോ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് അതിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്, ഒരു ആവറേജ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്, നിങ്ങൾ വേണമെങ്കിൽ ഒരു തവണയൊക്കെ കാണാം, നിങ്ങൾ പോയി കാണൂ എന്നാണ് സായി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ആദ്യമേ പറയണമല്ലോ, ആ ഒരു കാര്യം സായി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വളരെ മോശം പടം നിങ്ങൾ ആരും പോയി കാണരുത് എന്നല്ല പുള്ളി പറഞ്ഞിട്ടുള്ളത്. പുള്ളി ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഒരു ആവറേജ് പടം ഒരു തവണ കാണും, അങ്ങനെ പുള്ളി പറഞ്ഞു വെച്ചു. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പോർഷൻ സായി ആ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അത് പുള്ളിയുടെ അറിവില്ലായ്മയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സായി ചേട്ടൻ കാണുന്നുണ്ടെങ്കിൽ, സായി ചേട്ടൻ നമ്മൾ വിചാരിക്കുന്ന കണക്കത്തെ ഒരു എളുപ്പ പരിപാടി ഒന്നുമല്ല ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഇപ്പോ എന്താണ് കിക്ക് എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ, നിങ്ങളൊരു ഗ്രൂപ്പ്, ഇപ്പം എന്താ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി, അവരൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പോകുന്നു, അല്ലെങ്കിൽ ഡയറക്ട് ചെയ്യാനോ ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു പരിപാടി ഞാൻ കേട്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരുപാട് നിങ്ങളുടെയൊക്കെ ആക്ടിങ് നിങ്ങളവിടെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അഭിനയിക്കുന്നതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മളൊക്കെ ഓരോ ആൾക്കാർ അയച്ചു തന്നിട്ട് നമ്മൾ കണ്ടു. അപ്പൊ ഇതിനകത്തൊക്കെ നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ഈ എഫേർട്ടിനെ അപ്പുറം വന്നിട്ട് വേറൊരു അയ്യേ എന്ത് കൂറയാണ് ഇവൻ ചെയ്യുന്നത്, പോടാ ഊളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടം വരത്തില്ലേ? നമുക്ക് സങ്കടം വരും, നമുക്ക് എല്ലാവർക്കും സങ്കടം വരും. അങ്ങനെയൊക്കെ പുറത്തുനിന്ന് ഒരുത്തം വന്നിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടം വരും. അതുപോലെയാണ് ഒരു സിനിമ എഴുതാനെടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അഭിനയിക്കാൻ. എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പല ആളുകളും പല ലെജൻസും പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു സിനിമയുടെ ഒരു ഷോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കഥയാണ്, അതിന് ശേഷമാണ് ആക്ടേഴ്സ് വരുന്നത്. ഈ ആക്ടേഴ്സ് എഫേർട്ട് എടുക്കുന്നില്ല എന്നല്ല, പക്ഷെ അതിന്റെ അപ്പുറം എഫേർട്ട് എടുത്തിട്ടാണ് ഒരു കഥ ഉണ്ടാവുന്നത്. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം, അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിന് മുമ്പ് ഇവര് ഈ ഒരു പൊന്മാന്റെ റിവ്യൂ ചെയ്തപ്പോഴത്തേക്ക് സീക്രട്ട് ഏജന്റിന്റെ സുഹൃത്തായിട്ടുള്ള ജിത്തുബായും കൂടെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇവർ ആ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അവരതിനകത്ത് ഒരു പോർഷനിൽ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളൊന്ന്, ഞാനിവിടെ വീഡിയോ വെക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി നിങ്ങളെ. അത് നല്ല അടിപൊളിയായിട്ട് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇന്ദു ഗോപനും ജസ്റ്റിൻ മാത്യു ആണ് ഇതിന്റെ കഥ എഴുതിയിട്ടുള്ളത്. അവർക്ക് ഭയങ്കര ഈസി ആയിരിക്കണം, കാരണം റിയൽ ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം എടുത്തു കൊടുന്ന് വെച്ച് കഥയാക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു ബോംബ് സാധനമൊന്നും കൊണ്ടുവന്ന് എഴുതാനൊന്നും ഇല്ല.
പ്ലെയിൻ ആയിട്ട് ഈ സംഗതി കൊടുക്കുക, ആ സംഗതി നല്ല രീതിയിൽ ഒരു ഡയറക്ടർ ഡയറക്ട് ചെയ്ത് കൊണ്ടുവന്ന് ബാക്കിയുള്ള ഒരു നല്ല കാസ്റ്റും വെക്കുക. അങ്ങനല്ലേ ഒരു ഹൈപ്പർ പരിപാടി ഒന്നും അതിനകത്ത് അവർക്ക് പിടിക്കാനൊന്നുമില്ല. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥ അത് എഴുതുമ്പോഴത്തേക്ക് അത് വെറും നോർമൽ ആയിട്ടുള്ള ഒരു കഥ പ്ലെയിൻ ആയിട്ട് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. എന്ത് എളുപ്പത്തിലാണ് നിങ്ങളത് പറഞ്ഞു വിടുന്നത്, എന്ത് ലാഘത്തോടെയാണ് നിങ്ങളത് പറയുന്നത്. അത് വലിയ വലിയ ഗുമ്മൻ കഥയൊന്നുമില്ല, അത് ചെറിയൊരു കഥ അതങ്ങോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ്. എനിക്ക് ഒരുപാട് അങ്ങ് അറിവുള്ള, നിങ്ങളുടെ അത്രയും പോലും അറിവില്ലാത്തൊരു വ്യക്തിയായിരിക്കാം ഞാൻ. പല കാര്യത്തിലും അറിവില്ലാത്ത ഒരാളായിരിക്കാം ഞാൻ പറയുന്നതിനകത്ത് തെറ്റുകൾ വരാറുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാതെ. ഞാൻ സാധാ മനുഷ്യനാണ്, എനിക്ക് തെറ്റുകൾ വരും. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഏകദേശം ഞാൻ ഇപ്പൊ കുറെ പേർക്ക് തോന്നുമായിരിക്കും ഞാനെന്തോ പൊങ്ങച്ചം പറയാനോ അങ്ങനെ വിചാരിക്കുന്നവർ വിചാരിച്ചോളൂ. പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. ഏകദേശം 8 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്നത്തെയും ഇന്നത്തെയും വൺ ഓഫ് ദ ടോപ്പ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, കേരളത്തിലെ വൺ ഓഫ് ദ ടോപ്പ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ഒരു ടീമിന്റെ അടുക്കൽ എനിക്കൊരു കഥ, ഞാൻ ചെറുതായിട്ട് എഴുത്തും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പം കുറേ ആയി എഴുതിയിട്ട്, പക്ഷെ ഒരു 8 കൊല്ലം മുമ്പ് ഞാൻ അങ്ങനെ നന്നായിട്ട് എഴുതിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം 8 കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്ക് അവിടെ എൻ്റെ ഒരു കുഞ്ഞ് സ്റ്റോറി എനിക്ക് നറേറ്റ് ചെയ്യാൻ പറ്റി. വൺ ഓഫ് ദ ടോപ്പ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുക്കൽ അവർക്ക് അന്ന് ആ സ്റ്റോറി ഇഷ്ടപ്പെട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് സ്ക്രിപ്റ്റ് ആക്കി കൊണ്ടുവരാൻ പറഞ്ഞു. 8 കൊല്ലമായി ചേട്ടാ ഞാൻ അതിന്റെ പുറകെ ഇരിക്കുന്നു, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അത്, മനസ്സിലായില്ലേ? 8 കൊല്ലമായി ഞാൻ അതിന്റെ പുറകെ ഇരിക്കുന്നു. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ ഇവിടെ ഇരുന്ന് കുരയ്ക്കാൻ, ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ കുരയ്ക്കാൻ എനിക്ക് പറ്റും, കാറിലിരുന്ന് ചിലപ്പോൾ ചുമയ്ക്കാൻ നിങ്ങൾക്കും പറ്റും. ഇതൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, പറ്റും. പക്ഷേ ഒരു കഥ അതൊരു സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ട് എടുത്ത് അതിന്റെ ഒരു എഫേർട്ട് എന്നൊന്നും പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല ചേട്ടാ. അത് മനസ്സിലാകാത്ത, അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു കാര്യം പറഞ്ഞു. ആ ഒരു ഒറ്റ പോർഷൻ മാത്രമാണ് എനിക്ക് നിങ്ങളെ ഒരു വിയോജിപ്പ് തോന്നിയത്, മനസ്സിലായില്ലേ? ആ ഒരു ഒറ്റ പോർഷൻ മാത്രം. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് പറയാം. പക്ഷെ ഈ ഒരു കാര്യം അറിയാതെ ഒരിക്കലും, അത് ചെറിയൊരു കാര്യമാണ്, പ്ലെയിൻ ആയിട്ടുള്ള ഒരു കഥയാണ്, അത് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം, ഒരിക്കലും അല്ല. ഒരു ചെറിയൊരു കഥയാണെങ്കിൽ, ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഞാൻ എണീറ്റ് പുറത്തു പോയി എൻ്റെ ഒരു കാർ എടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാ, ഇത്രേ ഉള്ളൂ ഒരു കുഞ്ഞു സാധനം. ഇതൊന്ന് എഴുതി ഇതൊരു സ്ക്രിപ്റ്റായിട്ട് ഇവിടുന്ന് ഞാൻ ആ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ആരാണെങ്കിലും ഒക്കെ സംസാരിക്കുന്നതും ഇതൊക്കെ ചേട്ടാ അതൊക്കെ എഴുതി കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഒരു സിനിമ റിവ്യൂ ചെയ്യുന്ന, ഇപ്പം ഞാൻ സീക്രട്ട് ഏജന്റ് സായിയോട് മാത്രമായിട്ടല്ല പറയുന്നത്, ഇവിടെ റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഒരു സിനിമയുടെ കഥയൊക്കെ നിങ്ങൾ എടുത്തു വെച്ച് കീറി വലിക്കുമ്പോഴത്തേക്ക്, ഞാനും ഒക്കെ റിവ്യൂ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ചില സിനിമകൾ ഇഷ്ടപ്പെടാറില്ല. പച്ചക്ക് എനിക്കിത് പറയാൻ തോന്നാറുണ്ട്, പടം കൊള്ളത്തില്ല എന്നുള്ളത്. പക്ഷെ ഞാനത് ചെയ്യാറില്ല. ഞാൻ ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞേ അങ്ങനത്തെ സിനിമകളുടെ റിവ്യൂ ഇടത്തുള്ളൂ. കാരണം ആ ഒരു സിനിമയുടെ എഫേർട്ട്, ആ സിനിമയുടെ കഥയൊന്നും ഇല്ല, ചിലപ്പോൾ ഡയറക്ടർ എഫേർട്ട് എടുത്ത് കാണത്തില്ലേ, ഒന്നുമില്ലെങ്കിൽ ആ പ്രൊഡ്യൂസർ ഒരുപാട് കാശിറക്കിയിട്ടില്ലേ, അതിനൊക്കെ ഒരു വില നമ്മൾ കൊടുക്കണ്ടേ? കുറച്ച് നേരമെങ്കിലും നമ്മൾ എന്റർടൈൻഡ് ആവുമല്ലേ? ഇല്ലെങ്കിൽ നമ്മുടെ കാശ് പോയി, എന്നാലും നമുക്കൊരു ചിലപ്പോൾ 150 രൂപയായിരിക്കും പോയത്, അല്ലെങ്കിൽ 1000 രൂപ പോയെന്ന് വിചാരിച്ചു. ആ പ്രൊഡ്യൂസറിന്റെ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പൈസ ആയിരിക്കും പോകുന്നത് നമ്മുടെ ഒരു നാക്കിന്റെ ഒരു സാധനം കൊണ്ട്. അതുകൊണ്ട് ആദ്യമേ വലിച്ച് കീറി കൊല്ലാതിരിക്കുക. 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞോളൂ, അപ്പത്തേക്ക് ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും കൊള്ളത്തില്ല എന്ന് പടം പറഞ്ഞ് മൊത്തത്തിൽ പടം ഇടിഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളും ഇത് പറയുന്നത്. അപ്പൊ കുഴപ്പമില്ല, നമ്മൾ കാരണം ആ സിനിമ തകർന്നു ആരും പറയത്തില്ല, മനസ്സിലായില്ല? ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ഈ ഒരു വിഷയത്തിൽ. ഒരു സിനിമ ചെയ്യുക അല്ലെങ്കിൽ ഒരു സിനിമയുടെ കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൽട്ട് എഴുതിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയും ഞാൻ ഇവരുടെ ഈ ഒരു വീഡിയോയുടെ, സീക്രട്ട് ഏജന്റിന്റെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് ചെറുതായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. അത് എനിക്ക് തോന്നുന്നു 2.5-3 മിനിറ്റോളം ഞാൻ ഇരുന്ന് സ്ക്രോൾ ചെയ്തു. ഞാൻ അത്രയും പോർഷനിൽ ഒരു 2.5-3 മിനിറ്റോളം ഒരു പോസിറ്റീവ് കമന്റ് പോലും ഞാൻ കണ്ടില്ല. അതിനകത്തൊന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പടം ജനങ്ങൾ കയ്യിലെടുത്തു. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. പൊന്മാൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിച്ചു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവത്തെ ഓർത്തൊരു സിനിമ കണ്ടിറങ്ങി നേരെ വന്ന് ഫസ്റ്റ് തന്നെ എനിക്ക് വീഡിയോ ഇടണം, അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു റിവ്യൂ പോകണം എന്നുള്ളത് നിങ്ങളുടെ ഒരു മെന്റാലിറ്റി, നല്ല മെന്റാലിറ്റി. അത് നിങ്ങൾക്ക് വ്യൂസ് കിട്ടും. പക്ഷെ അത് ചെയ്യുമ്പോഴത്തേക്ക് സിനിമയെ തകർക്കുന്ന ഒരു സാധനം കൂടി അവിടെ വരികയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള, നിങ്ങൾ സിനിമയെ തകർത്തു എന്ന് ഞാൻ വീണ്ടും പറയുന്നില്ല, പക്ഷെ ഒരു വിഭാഗം ആളുകൾക്ക്, ഇപ്പൊ നിങ്ങളുടെ ഈ കമന്റ് ബോക്സിൽ വന്ന് തെറി പറഞ്ഞ ആളുകൾക്കൊക്കെ നിങ്ങൾ ഇതിനെ നെഗറ്റീവ് പറഞ്ഞായിട്ട് തന്നെ തോന്നുള്ളൂ. അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നിങ്ങളിങ്ങനെ വലിച്ചു കീറി അതിന്റെ ആവശ്യമുണ്ടോ? ഇത്രയും അങ്ങോട്ട് അത് ഒരു സിനിമയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡിസ്ക്രൈബ് ചെയ്ത് കൊല്ലുന്ന പോലല്ലേ? അങ്ങനെ ചെയ്യാതിരിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. പിന്നെ ഈ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന ഈ കമന്റുകൾ, ഇപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്ന കമന്റുകൾ, ഇപ്പം സീക്രട്ട് ഏജൻസ് ആയി കാണുകയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം ഇത്രേ ഉള്ളൂ, ഇതും PR കമന്റ്സ് ആയിരിക്കുമോ?
വളരെ എളിമയോട് താണ് മറ്റേ കുലീനതനായി ഞാൻ ചോദിക്കുകയാണ്, ഇതും PR കമന്റ്സ് ആണെന്ന് പറയുമോ? മറ്റേ ഒരു പടത്തിന് മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് താങ്കൾക്ക് നല്ല രീതിയിലുള്ള അറ്റാക്ക് കിട്ടി. താങ്കൾ അന്ന് പറഞ്ഞു എന്താണ് ഇതാണെന്ന് എന്താ PR ടീമിന്റെ കളിയാണെന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതിക്കുന്നു, ചിലപ്പോൾ PR ടീമിന്റെ കളി ആയിരുന്നായിരിക്കാം, ആയിക്കോട്ടെ. പക്ഷെ ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു പടത്തിന്റെ കേസിലും താങ്കൾക്ക് ഇത്രയും നെഗറ്റീവ് വന്നപ്പോൾ ഇതും PR ആണെന്ന് താങ്കൾ പറയുമോ? അതോ ഒരു നിമിഷം താങ്കൾ ഒന്ന് ചിന്തിക്കുമോ, ഓക്കെ എന്റെ ഭാഗത്തും തെറ്റുകൾ പറ്റുന്നുണ്ട്, ഞാനത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊരു നിമിഷം ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി താങ്കൾ കാണിക്കുമോ? അങ്ങനെ താങ്കൾ കാണിച്ചാൽ താങ്കൾക്ക് അത് ഗുണമായിട്ട് മാറും. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ഗുണമായിട്ടേ മാറുള്ളൂ, ഒരിക്കലും ദോഷം ചെയ്യില്ല. പക്ഷെ ഇപ്പോഴും വന്നിട്ട് ഇതും PR കമന്റ്സ് ആണെന്ന് പറയാൻ നിൽക്കരുത്. എനിക്കിത് കണ്ടിട്ട് ആരാണ് ഈ പടത്തിൽ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞപ്പോൾ ആരാണ് നിങ്ങൾക്കെതിരെ PR അറ്റാക്കിന് ആഹ്വാനം ചെയ്തത്, അല്ലെങ്കിൽ കാശ് കൊടുത്ത് PR അറ്റാക്ക് ചെയ്യിക്കുന്നത്? മറ്റേത് ഉണ്ണിമൂന്നാൻ ജയിച്ചാന്ന് പറയാം, വൈരാഗ്യത്തിന്റെ പുറത്ത് പല ഇതിനാരാണെന്ന് പറയും? എനിക്ക് അത്രേ ഉള്ളൂ ചോദിക്കാൻ. ഞാൻ ഇവിടെ കമന്റ്സ് ഇങ്ങനെ കാണിച്ചു തരാം, കുറച്ച് ഞാൻ വായിക്കാം. പടം പോയി കണ്ടിട്ട് അതിനുശേഷം ഇവരുടെയൊക്കെ റിവ്യൂ കാണുന്നത് ഫാർ ബെറ്റർ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണത്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ റിവ്യൂ പരിപാടി വൻ തോൽവിയാണ്. സത്യം പറയട്ടെ, നിങ്ങളുടെ റിവ്യൂവിൽ ഒട്ടും ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്നില്ല, ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെയുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കമന്റ്സ് ഉണ്ട്. പിന്നെ ആദ്യമേ കണ്ട ഒരു കമന്റ്, നിങ്ങൾ എല്ലാവരും പടം കണ്ടിട്ട് പോയി ഈ ഒരു റിവ്യൂ ഒക്കെ കാണുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ആരുടെ ആണെങ്കിലും പടം കണ്ടിരിക്കാൻ ഒരു രക്ഷയുമില്ല, ഫാമിലിയോടെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. റിവ്യൂ പറയൽ കൊണയടി. സോറി, റിവ്യൂ കാണാൻ വന്നതല്ല, കമന്റ് ബോക്സിലുള്ള റിവ്യൂ നോക്കാൻ വന്നതാണ്. ഹിറ്റായാലും ഇല്ലെങ്കിലും നല്ല മൂവിയാണ്, പടം നൈസാണ്. ആ ജിത്തുമോനെ ഒന്ന് ഇറക്കി വിടാൻ പറ്റുമോ? ഞാൻ ആ വ്യക്തിയെ പറ്റി ഒന്നും പറയുന്നില്ല, എനിക്ക് താല്പര്യമില്ല. ജിത്തുബായ് നെഗറ്റീവ് ഓളി അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കടാ. ഇതൊക്കെ PR ആണെന്ന് പറയുമോ? എനിക്ക് അറിഞ്ഞൂടാ. അടുത്തതിനൊക്കെ നല്ല രീതിയിൽ പേരും ഫോട്ടോയൊക്കെ ഉണ്ട്. ജംഷാദോ, എന്റെ പൊന്നളിയെ ഒരു ഒന്നാന്തരം സിനിമയാണ്, ഫാമിലിയായി പോയി എൻജോയ് ചെയ്യേണ്ടവർക്ക് എൻജോയ് ചെയ്യാം. നീയൊക്കെ നെഗറ്റീവ് അടിച്ചാൽ പടം സെറ്റായിരിക്കും, നാളെ തന്നെ പോയി കാണാം. അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ എന്തായാലും. ജിത്തുബായ് ഒരു വാണം തന്നെ. ഓ ഗായ്സ്, ഈ മൊണ്ണയുടെ റിവ്യൂ കണ്ടിട്ട് ആരും സിനിമയ്ക്ക് പോവാതിരിക്കരുത്. ഞാൻ ഇന്നലെ പൊന്മാൻ കണ്ടു. ഒരു യുണീക് കോൺസെപ്റ്റിനെ വളരെ എൻഗേജിങ് ആയി എടുത്ത സിനിമയാണ്. ആ നാട്ടിലൊക്കെ പോയി തിരിച്ചു വന്ന ഫീലാണ്. പെർഫോമൻസ് എല്ലാം കിടു. തിയേറ്ററിൽ ഫുൾ കയ്യടിയായിരുന്നു. പടം കഴിഞ്ഞപ്പോൾ ഫാമിലിയൊക്കെ ഉറപ്പായും ഇഷ്ടപ്പെടും. അപ്പോൾ സീക്രട്ട് ഏജന്റ്, താങ്കളൊക്കെ മനസ്സിലാക്കണം, നമ്മൾ മാത്രമൊന്നുമല്ല, കാണുന്ന ഒരുപാട് ജനങ്ങൾക്ക് അവർക്ക് പടങ്ങൾ ഇഷ്ടപ്പെടും. താഴെ ഇനി ഇഷ്ടംപോലെ കമന്റ്സ് ഉണ്ട്, ഞാൻ എല്ലാം കാണുന്നില്ല, എല്ലാം അവർക്ക് എതിരെയായിട്ടുള്ള കമന്റ്സ് ആണ്. അപ്പൊ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുക, ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിലാക്കുക, ഇതും PR ആണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം മനസ്സിലാക്കുക. നമുക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. നമ്മുടെ അഭിപ്രായം തന്നെ ആയിരിക്കണമെന്നില്ല എല്ലാവരുടെയും അഭിപ്രായം. നമ്മൾ പറയുന്നത് എല്ലാം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഞാൻ ഈ പറയുന്ന എല്ലാം ചിലപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അത് 100% ഉറപ്പാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു സിനിമയുടെ കാര്യം നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറിയൊക്കെ ചെറിയ പ്ലെയിൻ സ്റ്റോറി, അതൊക്കെ പെട്ടെന്ന് അങ്ങനൊന്നും അല്ല. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് ഉണ്ട്. മറ്റുള്ളവരുടെ എഫേർട്ടിനും കൂടെ ഒന്നും ഒരു വില കൊടുക്കുക. എന്നിട്ട് ഈ PR ഇതൊക്കെ വെറുതെ ഇനി അങ്ങനൊന്നും പറഞ്ഞ് ഇറങ്ങരുത്. PR ആണെന്നൊക്കെ നിങ്ങളുടെ തന്നെ വില പോകും. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, വെൻ യു ആർ സീയിങ് ലൈക്ക് ദാറ്റ്, നിങ്ങളുടെ തന്നെ വില പോകും. ആളുകൾ എല്ലാവരും പൊട്ടന്മാരല്ല. എപ്പോഴും നമ്മൾ PR ആണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് യോജിക്കണമെന്നില്ല. ഈ കണ്ടല്ലോ, ഞാൻ ഇങ്ങനെ കമന്റ് സ്ക്രോൾ ചെയ്ത് വിടാം, നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാം താങ്കൾക്കെതിരായിട്ടുള്ള. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോൾ സങ്കടവും തോന്നി. ഇയാളെ മനഃപൂർവ്വം ആരൊക്കെയോ അടിച്ച് തീർക്കുന്നൊരു തോട്ടൊക്കെ നമുക്ക് വരും. പക്ഷെ എങ്കിൽ പോലും ഇതിനകത്ത് എന്ത് മനഃപൂർവ്വമാണെന്ന് നമ്മൾ പറയും. ഇത് ഒരൊറ്റ വ്യക്തിയുടെ ഒരു ഐഡിയ നല്ല ഇത്രയും വന്നിരിക്കുന്നത്. എല്ലാം മുഖവും തലയും പാലും ഉള്ള പേരുകളിൽ നിന്നൊക്കെ ഒരുപാട് കമന്റ്. ഇത് വിഷ്ണു ഒക്കെ ഇട്ടിരിക്കുന്നത്, പ്ലീസ് ഡു റിവ്യൂ അലോൺ ബിക്കോസ് ഇറ്റ്സ് ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ്. ഇഫ് ജിത്തുബായ് വാണ്ട് ടു റിവ്യൂ he should start a review channel. This is getting worse. Your review is okay, but Jitubai's review is not to that part. Please consider. ഞാൻ നല്ലൊരു കമന്റും കൂടെ ഇവിടെ പറഞ്ഞുണ്ട്, ഇച്ചിരി നല്ലൊരു കമന്റ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ അപ്പോൾ ജിത്തുവിനിട്ടുള്ള അടി ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം ലൈക്ക് I watched this movie and loved it. Even now the characters who are not black and white, especially Sachin Bobu and Basil, what a guy, what an act. Resonate with their lines. It's so intense and makes you ഇഷ്ടം പോലെ ഇങ്ങനെ ഇനിയും വേണം ഇതുപോലത്തെ ഒരു നല്ല മലയാളത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകളാണ്. ഈ കമന്റുകളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ട് ഏജൻസ് ആയി താങ്കൾക്ക് എതിരെയായിട്ടുള്ള കമന്റുകളാണ്. താങ്കളെ വിമർശിക്കുന്നതിന് തുല്യമാണ് ഇത്രയും ആളുകൾ. ഇവരൊന്നും PR, ഒരു നിമിഷം ഞാൻ അത്ര പറയുന്നുള്ളൂ, ഒരു നിമിഷം ഒന്ന് എല്ലാവരും പറയുന്നത്, ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിലും ബാക്കി കമന്റിൽ വന്ന് പറയുന്ന ആൾ വളരെ മാന്യമായിട്ടുള്ള കമന്റുകൾ തന്നെ ഉണ്ടല്ലോ. ഇതേ മോശം പറഞ്ഞു ചീത്ത പറഞ്ഞിട്ടുള്ള കമന്റ് അല്ല, നല്ല രീതിയിൽ വിമർശിക്കുന്ന കമന്റുകളുണ്ട്. ഒന്ന് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക.
എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് ഒരുപാട് കഷ്ടപ്പാടുള്ള ജോലികൾ എന്നുള്ളൊരു മെന്റാലിറ്റി. സിനിമയിലെ ഓരോ പോർഷൻ, ഒരു ലൈറ്റ് ബോയ് വരെ എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, ചെറുതൊന്നുമല്ല. അപ്പൊ പിന്നെ ഒരു എഴുതുന്ന ആ ഒരു സ്റ്റോറി, ആ ഒരു സ്ക്രിപ്റ്റ്, അത് ചെറിയൊരു സാധനമാണെങ്കിൽ പോലും അതിന് അവരെടുക്കുന്ന എഫേർട്ടൊക്കെ ഭയങ്കര വലുതായിരിക്കും. അതിനെ ഒന്നും താഴ്ത്തി കാണാതിരിക്കുക. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.